ഇന്നത്തെ വീഡിയോ ആർക്കൊക്കെ ഇഷ്ടപ്പെടും ആർക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്നെനിക്കറിയില്ല. ഒരു 2005 ശേഷമൊക്കെ ജനിച്ച തലമുറയ്ക്ക് ഒരു പരിധിവരെ ഈ വീഡിയോ ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാരണം ഞാൻ സംസാരിക്കാൻ പോകുന്നത് അവരെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അമൽ എന്നും പൂജ എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ. അവർ വീട്ടുകാരെ എതിർത്തിട്ട് പൂജ അമലിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി അവർ ജീവിതം ആരംഭിച്ചു. നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് ആശംസിക്കണം ആദ്യമേ തന്നെ. പക്ഷേ ഇവരുടെ വീഡിയോകൾ കണ്ടപ്പോൾ ഇതൊരു എടുത്തുചാട്ടമായി പോയില്ലേ എന്നെനിക്ക് തോന്നി. ആദ്യമേ പറയട്ടെ, ഞാൻ പ്രണയത്തിനെതിരല്ല. ഞാൻ പ്രണയത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ്. പ്രണയിച്ച് വിവാഹം കഴിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹവും. പ്രണയിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല. ഏത് പ്രായത്തിൽ വേണമെങ്കിലും പ്രണയിക്കാം. ജീവിതത്തിൽ 9ാമത്തെ വയസ്സിൽ പ്രണയിച്ചു തുടങ്ങിയ ആളാണ് ഞാൻ. അന്ന് പ്രണയം എന്താണെന്നോ അല്ലെങ്കിൽ പ്രണയം എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ പ്രണയത്തിനോട് ഞാൻ എതിരല്ല. പക്ഷേ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നം തന്നെയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ +2 എത്താറാവുമ്പോഴേക്കും ഒക്കെ ഈ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുന്ന കുട്ടികൾ അവർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പണ്ടൊക്കെ ആണെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയ ആൾക്കാരെ വെച്ചിട്ടാണ് പല ചാനലുകളും ഇൻ്റർവ്യൂകൾ എടുക്കുന്നത്. പക്ഷേ ഇന്ന് ഇത്തരം ആളുകളെ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂകൾ നടക്കുന്നത്. അത്തരം ചാനലുകളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ എന്ത് മെസ്സേജാണ് ഈ ആളുകളെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് കൊണ്ട് സമൂഹത്തിന് കൊടുക്കുന്നത്? നല്ല മെസ്സേജാണോ കൊടുക്കുന്നത്, അതോ ഇനി വരുന്ന തലമുറ അല്ലെങ്കിൽ ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇവരെ കണ്ട് ഇൻസ്പയർഡ് ആവാനുള്ള ഒരു അവസരമാണ് കൊടുക്കുന്നത്? അത് ഞാൻ ഈ ചാനലുകളോട് ചോദിക്കുകയാണ്. പറയാൻ കാരണം, ഈ പൂജ അമൽ എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ അവരുടെ ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടു. സ്കൂളിലേക്ക് പോകാൻ പോകുന്ന ഒരു ഡെയിലി വ്ലോഗിൻ്റെ ഭാഗമായിട്ട് എടുത്ത വീഡിയോ ആണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഈ കുട്ടികൾ ശരിക്കും ആ കുട്ടിക്ക് 17-18 വയസ്സായിട്ടുണ്ടാവുള്ളൂ. പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ അമലിനെ സംബന്ധിച്ച് അമലിനൊരു ജോലി ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനമായിട്ടില്ല. മാസം ഒരു 10,000 രൂപയെങ്കിലും വരുമാനമില്ലാതെ ഏറ്റവും മിനിമം പട്ടിണി കിടക്കണമെങ്കിൽ പോലും 10,000 രൂപ വേണം. അതാണ് ഇന്നത്തെ ഒരു കാലത്തിന്റെ പോക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികളുടെ ഒരു എടുത്തുചാട്ടം കാരണം ആരൊക്കെയാണ് ബുദ്ധിമുട്ടുന്നത്? ഒന്ന്, പൂജയുടെ വീട്ടിലെ പൂജയുടെ അച്ഛനും അമ്മയും. കഴിഞ്ഞ 17-18 വർഷം നോക്കി വളർത്തിയ മകൾ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അവനാണെങ്കിലോ ഒരു സ്ഥിര വരുമാനമില്ല. അവൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടിലൂടെ ആയിരിക്കും അവൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ അച്ഛനും അമ്മയും കണ്ട കുറേ സ്വപ്നങ്ങളുണ്ടാവും. അതെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടാണ് പൂജ പോയിട്ടുള്ളത്. ഇനി പോയ സ്ഥലം, പോയ വീട്, അവരുടെ സാഹചര്യങ്ങൾ, ആ വീട്ടിലുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ, അപ്പം ഇങ്ങനെ ആരൊക്കെയാണ് ഇവരുടെ ഈ ഒരു തീരുമാനം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്? ഇതെല്ലാം പോയിട്ട് ഇവരെ കണ്ട് ഇതുപോലെ അനുകരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഈ ടീനേജ് എന്ന് പറയുന്ന ഒരു 17-18 അല്ലെങ്കിൽ ആ ഒരു ഏജ് എന്ന് പറയുന്നത് അനുകരണശേഷി കൂടുന്ന ഒരു പ്രായമാണ്. പൂജ സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും കുട്ടികൾ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു, ലൈഫ് എങ്ങനെയുണ്ട്? പൂജ പറയും, അടിപൊളിയാണ്, സെറ്റപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ എന്ത് ചിന്ത തോന്നും? അവരും ചിലപ്പോൾ പ്രണയിക്കുന്ന കുട്ടികളായിരിക്കാം. നാളെ അവർക്കും ചിലപ്പോൾ ഇതൊക്കെ ചെയ്യാൻ തോന്നും, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഈ ചാനലുകളോട് പറയാനുള്ളത്, ഇത്തരം ആൾക്കാരെ വെച്ച് കഴിവതും നിങ്ങൾ ഇൻ്റർവ്യൂകൾ എടുക്കാതിരിക്കുക. അവരെ വെച്ചിട്ട് സൊസൈറ്റിക്ക് പ്രത്യേകിച്ച് നല്ല മെസ്സേജ് ഒന്നും കൊടുക്കാൻ ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ഇവരുടെ ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഇവർ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്ന മെസ്സേജ് എന്നൊന്നും കണ്ടു നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഞാനൊരു സദാചാര യൂട്യൂബർ അല്ല. പക്ഷേ ഇനി ഒരു കുട്ടികളും ഇത്തരം വീഡിയോകൾ കണ്ട് അനുകരിക്കാൻ പാടില്ല. ഒരുപാട് അച്ഛനമ്മമാരുടെ കണ്ണുനീരുണ്ടാവും അവിടെ. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹലോ ഗൈസ്, ഇപ്പം സമയം ഒരു 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഇന്ന് എന്താ എടുക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാം ഒരു വ്ളോഗായിട്ടാണ് എടുക്കുന്നത്. അതെ, രാവിലെ എണ്ണീറ്റ് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഞാൻ നല്ല ഉറക്ക ക്ഷീണത്തിൽ എണ്ണീറ്റിപ്പോൾ മോൻ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ എണ്ണീറ്റ് വന്നു. ഇനി നേരെ ചെന്ന് ഫ്രഷ് ആയിട്ട് എല്ലാം വരാം, പല്ലൊക്കെ തേച്ച്. അപ്പം നമുക്ക് കാണാം പൊന്നിൻ്റെ സ്കൂളിൽ പോകുന്നത് എങ്ങനെയാണ്. ഓക്കെ, ഇന്ന് എനിക്ക് പണിയില്ല, അതുകൊണ്ട് നമുക്കൊരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് അതിലേക്ക് പോകാം. റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. ശരിക്കും ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അച്ഛനമ്മമാരുടെ തണലിൽ നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവൾ ഒരു കുടുംബിനിയായി മാറുകയാണ്. ഒപ്പം പഠിക്കണം, ഒരു ജോലിയൊക്കെ വാങ്ങിച്ച്. പണ്ടൊക്കെ നമ്മുടെ അച്ഛനമ്മമാർ പറയും, നിങ്ങൾ പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങണം, അത് കഴിഞ്ഞ് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാവൂ. പക്ഷേ ഇന്നത്തെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കല്യാണത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. പ്രണയമാവാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണയമാവാം, ഒരു തടസ്സവുമില്ല. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രണയിക്കാം. പക്ഷേ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം നമ്മൾ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസവും സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. സ്ത്രീധനം കൂടുതൽ കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കിയാണ് കല്യാണം നടത്തിയത്. എത്രയോ ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്തതാണ്, അത് മതിയായിട്ടില്ല എന്നും പറഞ്ഞിട്ട്. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ തലമുറ ഒരു വിഭാഗത്തിൽ അങ്ങനെ ഉള്ളപ്പോൾ, ഒരു വിഭാഗം ഇങ്ങനെ പെട്ടെന്ന് കാണുന്ന ഒരാളെ ഇഷ്ടപ്പെട്ട് അവൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. അല്ലെങ്കിൽ വർഷങ്ങളുടെ പരിചയം ഉണ്ടായിക്കോട്ടെ, രണ്ടുപേരും എന്തെങ്കിലും ഒരു ജോലി, അത് ഇന്ന ജോലി തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ജോലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസം ഒരു 10,000 രൂപ സാലറി കിട്ടുന്ന എന്തെങ്കിലും ഒരു ജോലി ആയതിനു ശേഷം
പൂജ ഈ ഒരു കാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഒരു എതിർപ്പും പറയില്ല. പക്ഷേ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി ഈ കുട്ടിയുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ അവർ സമ്മതിച്ചതിൽ ഒരു വലിയ ഹാറ്റ്സ് ഓഫ് പറയുകയാണ്. ഇനി മുന്നോട്ടും അത് അങ്ങനെ തന്നെ പോട്ടെ, ആ കുട്ടി പഠിച്ചൊരു ജോലി വാങ്ങട്ടെ. പക്ഷേ ഒരിക്കലും ഒരു കുട്ടികൾ പോലും ഇത് അനുകരിക്കരുത്, ഇത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യരുത്. ബാക്കി കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം. ഹലോ ഗൈസ്, നമ്മളപ്പം കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ വന്നേക്കുവാണ്. അപ്പോൾ ഇനി നേരെ ഒന്ന് ഒരുങ്ങണം, പിന്നെ കഴിക്കണം. ബുക്കും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു. നേരെ നമുക്ക് ഒരുങ്ങുന്ന പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ. ഒരുങ്ങുന്ന സാധനങ്ങളെല്ലാം ഇവിടെയാണ്. ഇനി ഈ കുട്ടി ഒരുങ്ങുന്ന കാര്യങ്ങളും സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ വൈകുന്നേരം തിരിച്ച് വരുന്ന സമയത്ത് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുകൂടി നമുക്ക് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. കട വരെ പോയി കോപ്പി എടുത്തു. പിന്നെ സ്കൂളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കൊള്ളായിരുന്നു. പിന്നെ ഒരു യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന്, അത് കുഴപ്പമില്ലാതെ എഴുതി. പിന്നെ നാളെ സ്കൂളില്ലെന്ന് പറയുന്നു, കാണാൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഇല്ലെങ്കിൽ നാളെ നല്ല കിടുക്കച്ച് വ്ളോഗുകൾ ഇടുന്നതാണ് ഗൈസ്. ഇതൊന്നും അല്ല ജീവിതം. അതായത് ഇവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ചിന്താഗതി വെച്ചിട്ട് ഇവർക്ക് തോന്നും, രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു വീഡിയോ എടുക്കുന്നു, സ്കൂളിൽ പോകുന്ന വ്ളോഗ്, വൈകുന്നേരം തിരിച്ചു വരുന്ന വ്ളോഗ്. ഇതിനെ കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. കുറച്ച് നാളെയായിട്ടുള്ള ഇവർ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4-5 വീഡിയോകൾ മാത്രമേ, പക്ഷേ എല്ലാം 2 ലക്ഷം 1 ലക്ഷം, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതല്ല ജീവിതം. പഠിക്കുന്നു, ഒരു ജോലി വാങ്ങുന്നു, അതിനുശേഷം കല്യാണം കഴിക്കുന്നു, പിന്നെ ഈ പറയുന്ന യൂട്യൂബ് ചാനലോ എന്തുമാവാം. യൂട്യൂബ് ചാനലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. സോഷ്യൽ മീഡിയ ലൈഫൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും ജീവിതത്തെ കാണരുത്. എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയേണ്ട ഒരു കാര്യമാണ്, സോഷ്യൽ മീഡിയ നല്ലതാണ്. സോഷ്യൽ മീഡിയ കൂടി ഇൻകം എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇന്നത്തെ തലമുറ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് സൊസൈറ്റിയെ അറിയിച്ചിട്ട് സമൂഹം കുറേ പേരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഡെയിലിയുള്ള കാര്യങ്ങൾ ആ വീഡിയോയിലൂടെ ഇടുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് മോണിറ്റൈസ്ഡ് ആവുന്നു, വരുമാനം വരുന്നു. അതാണ് പിന്നെ ജീവിതം. ഇതാണ് ചിന്തിക്കുന്നത്. ഒന്നും ശാശ്വതമല്ല. യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഒന്നും അതുവഴിയുള്ള ഒരു ഇൻകം ശാശ്വതമല്ല. നാളെ യൂട്യൂബ് നിർത്തലാക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ ഇൻകം ഇല്ല, പിന്നെ കഞ്ഞി കുടിക്കാൻ വകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികളോട് ഞാൻ പറയുവാണ്, ഇത് നിങ്ങൾ ഒരു എന്താ പറയുക സദാചാര അമ്മാവനായിട്ട് കണ്ടാലും എനിക്കൊരു വിഷയമല്ല. പക്ഷേ എനിക്ക് ഇതേ പ്രായത്തിൽ ഏകദേശം 23 വയസ്സാണ് എൻ്റെ അനിയൻ്റെ പ്രായം. അവനോട് ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്, നീ ഒരു ജോലി വാങ്ങുക. നീ ഒരു ജോലി വാങ്ങിച്ചിട്ട് നീ ഒരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുക. ഇതാണ് ഞാൻ അവനോട് പറയുന്നത്. 23 വയസ്സായി, 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോഴേക്കും കല്യാണത്തിൻ്റെ ഒരു ടൈമാണ്. അവൻ 3 വർഷമാണ് അവനിട്ടേക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അതിനുള്ളിൽ ഒരു ജോലി വാങ്ങിയിട്ട് അവനിപ്പം അത്യാവശ്യം അവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു കുടുംബമാവാൻ വേണ്ടി അത് മതിയാവില്ല. കുടുംബമാവണമെങ്കിൽ ഇനി കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞാവുകയാണെങ്കിൽ ഇതൊക്കെ ചിലവുകളാണ്. അതൊക്കെ ടോളറേറ്റ് ചെയ്യാൻ എത്ര നാൾ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യും? എത്ര നാൾ അമ്മയോട് ചോദിക്കും? എത്ര നാൾ അച്ഛനോട് ചോദിക്കും? ഇപ്പോഴാണെങ്കിൽ പൂജയെ സംബന്ധിച്ച് പൂജയുടെ വീട്ടുകാരുടെ സപ്പോർട്ട് പോലും ഇല്ല. എനിവേ ഒരിക്കൽ കൂടി പറയുവാണ്, ഒരു കുട്ടികളും ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് അനുകരിക്കാൻ നിൽക്കരുത്. ഇതല്ല ജീവിതം. എന്തായാലും ഇവർ ചെയ്തത് എടുത്തുചാട്ടമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. നല്ല രീതിയിൽ ജീവിച്ച് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒരു കുട്ടിയും, പൂജയുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ വീഡിയോകളെല്ലാം കാണുന്നുണ്ടാവും, ഒരു കുട്ടി പോലും ഇവരെ കണ്ട് അനുകരിക്കരുത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പേഴ്സണലി. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ആരെങ്കിലും ഈ ചാനലിലെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.